എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അറേബ്യൻ പുഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടും കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത്. ഇത് ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ വിശേഷ അവസരങ്ങളിലൊക്കെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ അറേബ്യൻ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബ്രെഡാണ്. ഞാനിവിടെ ഇപ്പോൾ മിൽക്ക് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് കസ്റ്റേർഡ് പൗഡറാണ്. ഞാനിവിടെ ഇപ്പോൾ വാനില ഫ്ലേവർ കസ്റ്റേർഡ് പൗഡറാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. പിന്നെ വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഞാനിവിടെ ഇപ്പോൾ തിക്ക് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ അറേബ്യൻ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കുന്നത് പാലാണ്. ഞാനിവിടെ ഇപ്പോൾ 1/2 ലിറ്റർ പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. 250 ml. അങ്ങനെ 250 mlൻ്റെ 2 കപ്പ് പാൽ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ്, ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് നമുക്കതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കാം. പാല് ചൂടാവുമ്പോഴേക്കും നമുക്ക് ഈ കസ്റ്റാർഡ് പൗഡർ ഒരു 3 ടേബിൾ സ്പൂൺ നമുക്കൊരു 1/4 കപ്പ് പാലിലേക്കൊന്ന് കലക്കി വയ്ക്കാം. അതിനകത്ത് ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കസ്റ്റാർഡ് പൗഡറാണ് ചേർക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ഇപ്പോൾ കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ, 3 ടേബിൾ സ്പൂൺ. എന്നിട്ട് നന്നായൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഒട്ടും കട്ടകളില്ലാത്ത രീതിയിൽ നന്നായൊന്ന് അലിഞ്ഞ് വരുന്നവരെയാണ് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇതപ്പോഴേക്കും പാലിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അങ്ങനത്തെ പാലൊക്കെ ഒരുവിധം ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായി കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയും ചേർക്കാവുന്നതാണ്. അങ്ങനെ കണ്ടൻസ്ഡ് മിൽക്കും പാലും നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അങ്ങനെ കണ്ടൻസ്ഡ് മിൽക്കും പാലും മിക്സായി വന്നിട്ടുള്ള ആ കൂട്ടിലേക്ക് നമുക്ക് കസ്റ്റാർഡ് പൗഡറാണ് ചേർക്കേണ്ടത്. ഇത് നന്നായി ഇളക്കിയ ശേഷം വേണം ചേർക്കാൻ. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലും വെച്ചിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ. ഇനി നമുക്കിത് തിക്കാവുന്ന വരെയാണ് ഇളക്കി എടുക്കേണ്ടത്. അപ്പോഴേക്കും കസ്റ്റാർഡ് പൗഡറൊക്കെ ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, പാലൊക്കെ ഒന്ന് കുറുകി കിട്ടുകയും ചെയ്യും. ഈ സമയത്ത് ഇതിൻ്റെ മധുരമൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാം. അതല്ലെങ്കിൽ ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കുറച്ച് മധുരം ഒന്ന് കുറച്ച് മുന്നിട്ട് നിൽക്കണം. എങ്കിലാണ് പുഡിംഗ് കഴിക്കുമ്പോൾ ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ കിട്ടുകയുള്ളൂ. ഒരു കുറുകിയ പാകമാവുന്നവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെതാ നമ്മുടെ കസ്റ്റാർഡ് പൗഡറൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെന്താ ബ്രെഡിൻ്റെ സൈഡിലുള്ള മുരിഞ്ഞ ഭാഗമൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പുഡിംഗ് ട്രേയിലേക്ക് നിരത്താം. അങ്ങനത്തെ പുഡിംഗ് ട്രേയിലേക്ക് ഫസ്റ്റ് ലെയർ ബ്രെഡാണ് ഞാൻ നിരത്തി വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചൂട് കസ്റ്റാർഡാണ് ചേർക്കുന്നത്. ചൂടോടുകൂടി തന്നെ നമുക്കിതിലേക്ക് ചേർക്കാം. എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിലേക്ക് കസ്റ്റാർഡ് മിക്സ് ചേർക്കേണ്ട. അതിനകത്ത് ഫസ്റ്റ് ലെയർ നമ്മളിതിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അല്പം ബദാം ചോപ്പ് ചെയ്തൊന്ന് ചേർക്കാം. അതിനുശേഷം സെക്കൻഡ് ലെയർ ബ്രെഡാണ് നമുക്കിതിലേക്ക് വയ്ക്കുന്നത്. സെക്കൻഡ് ലെയർ ബ്രെഡൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാലൻസ് കസ്റ്റാർഡ് മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ചേർക്കാം. ചൂടോടുകൂടി തന്നെയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അതിനകത്ത് കസ്റ്റാർഡെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂടൊന്ന് മാറിയ ശേഷമാണ് നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ചേർക്കേണ്ടത്. അതിനുവേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീമാണ് ചേർക്കേണ്ടത്.
ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം നമുക്കൊരു വിസ്ക് വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിനതാ കണ്ടൻസ്ഡ് മിൽക്കും ഫ്രഷ് ക്രീമും നന്നായി മിക്സായി വന്നിട്ടുണ്ട്. കസ്റ്റാർഡൊക്കെ ഒരുവിധം തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ലെയറായിട്ട് നമുക്ക് ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് തണുപ്പിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതാണ് നമുക്കിനി മുകളിലേക്ക് ചേർക്കേണ്ടത്. നമുക്കൊരു സ്പാറ്റിൽ വെച്ച് എല്ലാവിടേക്കും നമുക്ക് ഈ ഫ്രഷ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ടോപ്പ് ലെയർ എന്ന് പറയുന്നത് ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ടുള്ള ഈ ഒരു മിക്സാണ്. അങ്ങനെ ഫ്രഷ് ക്രീമും വെച്ച് ലെയറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചോപ്പ്ഡ് ബദാമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാം. അതിനെന്താ ബദാം വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഞാനൊരു ചെറി വെച്ചിട്ടും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ് അറേബ്യൻ പുഡിങ്. ഇനി നമുക്ക് ഇത് ഒരു 5 മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെക്കേണ്ടത്. അപ്പോഴേക്കിത് നന്നായി ഒന്ന് സെറ്റായി കിട്ടും. എന്നിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിത് ഒരു ക്ലിൻ റാപ്പ് വെച്ച് ഒന്ന് കവർ ചെയ്യാം. അതിന് ശേഷമാണ് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 5 മണിക്കൂർ നേരം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. എന്നിട്ടാണ് ഇത് എടുക്കേണ്ടത്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചിട്ടാണ് സെറ്റ് ആവാൻ വേണ്ടി വെക്കേണ്ടത്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ പുഡിങ് നമുക്കൊന്ന് തണുപ്പിക്കാൻ വേണ്ടി വെക്കാം. അങ്ങനെ നമ്മുടെ പുഡിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ക്ലീൻ ടാപ്പ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ് ഈ അറേബ്യൻ പുഡിങ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബ്രെഡ് പുഡിങ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതൊരു സ്ക്വയർ പീസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അറേബ്യൻ പുഡിങ്ങാണിത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.